ഫേസ്ബുക്കിൽ ഞാൻ ഈ ഇടയ്ക്കൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു ടൈമില്ല. പിന്നെ അതുമാത്രമല്ല, അതിനെക്കുറിച്ച് പറയുമ്പോൾ കൂടുതലായിട്ട് പല കാര്യങ്ങളും അനുഭവിച്ച പല കാര്യങ്ങളും ഓർക്കേണ്ടി കൂടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ആ ഫേസ്ബുക്കിൽ ഞാനിട്ട ആ പോസ്റ്റ് തന്നെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ഞാനിട്ട ആ പോസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. എന്നെ പറ്റിച്ചതുപോലെ നിങ്ങളെ ആരും പറ്റിക്കാതിരിക്കട്ടെ. ഈ പോസ്റ്റ് മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ആരെങ്കിലുമൊക്കെ ഇയാളുടെ തട്ടിപ്പിൽ നിന്നും അങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. നിങ്ങൾ കൽക്കട്ടയിൽ നിന്നും ബൊഗെയിൻവില്ലകൾ വാങ്ങിക്കാറുണ്ടോ? ഞാൻ 100 പ്ലാന്റുകൾ വാങ്ങി. അതുകൊണ്ട് തന്നെ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടി. പക്ഷേ ചോദിച്ച വെറൈറ്റികൾ ഒന്നുമല്ല അയച്ചു തന്നത്. ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് പോലും അറിയില്ല. എല്ലായിടത്തും തട്ടിപ്പും ഉഡായിപ്പും മാത്രം. 3 ചെടിയിൽ പൂക്കൾ വിരിഞ്ഞപ്പോഴാണ് ഞാൻ പറ്റിക്കപ്പെട്ടു എന്നെനിക്ക് മനസ്സിലായത്. എല്ലാം നാടൻ വെറൈറ്റികളായിരുന്നു എനിക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റിയത് പറ്റി. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. എൻ്റെ കയ്യിൽ കുറേ ഹൈബ്രിഡ് ബൊഗെയിൻവില്ലകൾ ഉണ്ട്. ഇനി അവയെല്ലാം ഈ നാടൻ വെറൈറ്റികളിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. എന്നെ പറ്റിച്ച ഈ തട്ടിപ്പ് വീരൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം. അയാളെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നോക്കുന്നില്ല. ഫേസ്ബുക്കിൽ എന്നെ ബ്ലോക്ക് ചെയ്തു. നിങ്ങളെയും ഇതുപോലെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. ഇതായിരുന്നു എൻ്റെ പോസ്റ്റ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചത്, എന്നെപ്പോലൊരാൾക്ക് ഇതുപോലെ ഒരു കാര്യം പറ്റിയോ, ഇതുപോലൊരു അബദ്ധം പറ്റിയോ, എങ്ങനെ പറ്റി എന്നൊക്കെയായിരുന്നു ചോദിച്ചത്. അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പറ്റിക്കുന്നവർ എപ്പോഴായാലും ആരെയായാലും പറ്റിക്കും. അതിനുള്ളൊരു മിടുക്ക് അവർക്കുണ്ടായിരിക്കും. അതുപോലെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി തോന്നാം. ഒരു പരിചയമില്ലാത്ത, പ്രത്യേകിച്ച് കൽക്കട്ടയിൽ നിന്നുള്ള ഒരാളുടെ കയ്യിലേക്ക് കുറച്ച് പണം കൊടുത്തിട്ട് ഇത്രയും പ്ലാന്റുകൾ വാങ്ങിക്കാൻ എങ്ങനെ തോന്നി എന്ന് വേണമെങ്കിലും ചിന്തിക്കാം. ഞാൻ 10,500 രൂപയാണ് അയച്ചു കൊടുത്തത്, 100 പ്ലാന്റുകൾക്കും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ. അപ്പോൾ ഇത്രയും വലിയൊരു തുക ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ അയച്ചു കൊടുക്കാൻ മനസ്സ് വന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിലും ചിന്തിക്കാം. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള പല ബൊഗെയിൻവില്ലകളും പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഹൈബ്രിഡ് ചെയ്ത വെറൈറ്റികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മലേഷ്യൻ വെറൈറ്റികൾ, തായ്ലൻഡ് വെറൈറ്റികൾ, കൂടുതലും കൽക്കട്ടയിലും ഇതുപോലെയുള്ള പ്ലാന്റുകളെല്ലാം അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൽക്കട്ടയിലുള്ള എല്ലാവരും തട്ടിപ്പുകാരാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കുറേയൊക്കെ സത്യസന്ധരായിട്ടുള്ള ആളുകളും ഉണ്ട്. പക്ഷേ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ നമുക്ക് വളരെ പ്രയാസമായിരിക്കും. പിന്നെ എന്നെ പറ്റിച്ച ഇയാൾക്ക് ക്യാഷ് അയച്ച് ഓർഡർ കൺഫേം ചെയ്യുന്നതിന് മുൻപ് ഞാൻ കൽക്കട്ടയിൽ തന്നെയുള്ള പലർക്കും, അതായത് ഫേസ്ബുക്കിൽ കൂടിയായിരുന്നു പലരുടെയും ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തത്. അവരുടെ വാട്സപ്പ് നമ്പറൊക്കെ കളക്ട് ചെയ്ത് അവർക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു. അപ്പോൾ പലരും ക്യാഷ് ഓൺ ഡെലിവറി എന്നൊരു ഓപ്ഷൻ അവർ തരുന്നില്ലായിരുന്നു. പക്ഷേ ഇയാളും പിന്നെ അതുപോലെ വേറെ ഒരു 2-3 സെല്ലേഴ്സ് ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണെന്ന്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി എന്നൊരു ഓപ്ഷൻ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും ആദ്യം 40% നമ്മൾ അയച്ചു കൊടുക്കണമായിരുന്നു. ആദ്യം 40%, പിന്നീട് പ്ലാൻസ് കയ്യിൽ കിട്ടിയതിന് ശേഷം 60% കൊടുത്താൽ മതി എന്നായിരുന്നു. ആ ഒരു വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബാലൻസ് 60% അയാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെ അയാൾ എനിക്ക് അയച്ചു തന്നാൽ മാത്രമായിരിക്കുമല്ലോ ഞാൻ പിന്നെ ആ ബാലൻസ് 60% കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധം അയാൾക്കും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെ എനിക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. അതുപോലെ 2-3 ദിവസത്തിനകത്തോ അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴേക്കോ എനിക്ക് പ്ലാൻസ് കിട്ടും എന്നായിരുന്നു അയാൾ പറഞ്ഞത്. പ്ലാൻസ് ആ സമയത്തിനുള്ളിൽ തന്നെ എത്തുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ എനിക്ക് പ്ലാൻസ് കിട്ടിയത് 11ാമത്തെ ദിവസമാണ്. അതുമാത്രമല്ല, കൊറിയർ സർവീസിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓപ്പൺ ഡെലിവറി അവൈലബിൾ അല്ല എന്നായിരുന്നു. അതായത് ആ ബോക്സ് ഓപ്പൺ ചെയ്ത് ഞാൻ നോക്കണമെന്നുണ്ടെങ്കിൽ 60% ക്യാഷ് കൂടി, അതായത് 6,300 60%. 10,500 ആയിരുന്നു ടോട്ടൽ എമൗണ്ട്. അതിനകത്ത് 4,200 ഞാൻ ആദ്യം അടച്ചു. പിന്നെ 6,300 കൂടി കൊടുത്താൽ മാത്രമേ അവരെൻ്റെ കയ്യിൽ ആ ബോക്സ് തരൂ. അതിനുശേഷം മാത്രമേ ആ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള അവകാശം എനിക്കുള്ളൂ എന്നവർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനും കൊറിയർ സർവീസുകാരും തമ്മിൽ കുറച്ച് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അവർ പറഞ്ഞു ആ ബോക്സ് എനിക്ക് ഡെലിവറി ചെയ്യുന്ന ബോയുടെ കയ്യിൽ നിന്നായിരിക്കും ക്യാഷ് പോകുന്നത്. അതായത് ആ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പ്ലാൻസ് തിരിച്ച് അയക്കുവാണെങ്കിൽ ആ ഡെലിവറി ബോയുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കും ക്യാഷ് പോകുന്നത് എന്ന് പറഞ്ഞു. 6,300 പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവസാനം ഇത് ഞാൻ തന്നെ വരുത്തി വെച്ചൊരു കാര്യമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റിസ്ക് ഏറ്റെടുത്തു.
അപ്പോൾ 6300 കൊടുത്തിട്ട് ഞാൻ ആ ബോക്സ് വാങ്ങിച്ചു. അപ്പോൾ 11 ദിവസം കഴിഞ്ഞിട്ട് ഒരു ബോക്സ് പ്ലാന്റ്സൊക്കെ ഇരുന്നൊരു ബോക്സ് കിട്ടുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൻ്റെ ഇലകൾ ഫുള്ളായിട്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം എയർ ലെയറിങ് ചെയ്ത പ്ലാന്റുകളായിരുന്നു. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരുപാട് ശിഖരങ്ങളൊക്കെ ഉള്ള വലിയ പ്ലാന്റുകളാണ്. ഭയങ്കര വലിയ പ്ലാന്റുകളല്ല, എന്നാലും ചെറിയ പ്ലാന്റുകളാണെങ്കിലും ഒരുപാട് ശിഖരങ്ങളൊക്കെ ഉള്ള ഫ്ലവറുള്ള പ്ലാന്റുകൾ, അതിൻ്റെയൊക്കെ പിക്കായിരുന്നു എനിക്ക് അയാൾ ഇട്ട് വന്നിരുന്നത്. പക്ഷേ പ്ലാന്റ്സ് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി അതെല്ലാം എയർ ലെയറിങ് ചെയ്ത പ്ലാന്റുകളായിരുന്നു. അതായത് റൂട്ടുണ്ട്, പിന്നെ സ്റ്റെമ്മും ഉണ്ട്. അതിനകത്ത് ലീഫ് ഫുള്ളായിട്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ചിലതെല്ലാം നല്ല ഉണക്ക കമ്പുകളായിരുന്നു. എന്നിട്ട് ഞാൻ അതിനെയെല്ലാം പിടിപ്പിച്ചെടുക്കാൻ മാക്സിമം ട്രൈ ചെയ്തു. നല്ല തണലുള്ള ഏരിയയിൽ വെച്ച് ഞാൻ അതിനെയെല്ലാം ഒരുപാട് കെയർ ചെയ്തു. പക്ഷേ അതിനകത്ത് 15 പ്ലാന്റുകൾ ഡാമേജായി. ബാക്കി എല്ലാ പ്ലാന്റുകളും എനിക്ക് പിടിച്ച് കിട്ടി. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ 3 പ്ലാന്റിൽ ഫ്ലവർ വന്നു. അതെല്ലാം നാടൻ വെറൈറ്റികളായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ എന്നെ നല്ലതുപോലെ പറ്റിച്ചിട്ടുണ്ടെന്ന്. ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെയും നടന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടി പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനുള്ളൊരു കാരണവും. അതായത് എനിക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അതുപോലെ ഇത് വലിച്ചു നീട്ടിയിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പം ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടിട്ട് പോലും നിങ്ങൾ ഒരു കാരണവശാലും ചാടി വീഴരുത്. കൂടുതലും ഈ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് തന്നെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഞാൻ ഫേസ്ബുക്കിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അത് വളരെ കുറച്ച് പേർ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ഞാൻ ഫേസ്ബുക്കിൽ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം യൂട്യൂബിൽ കൂടി ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തുകയാണെങ്കിൽ അവരെങ്കിലും ഇയാളിൽ നിന്നും രക്ഷപ്പെടും. അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അയാളുടെ വാട്സപ്പ് നമ്പർ. ജിപേയിൽ അയാളുടെ പേര് കാണിക്കുന്നത് അമിത് ഘോഷ് എന്നാണ്. കുറേ പേര് എന്നോട് ചോദിച്ചു എവിടെയെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തുകൂടെയെന്ന്. പക്ഷേ കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊക്കെ എന്ത് കാര്യം? ഇതുപോലെ എത്രയോ കംപ്ലയിൻറ്റ്സ് വന്ന് കിടപ്പുണ്ടായിരിക്കും. വെറുതെ നമ്മളുടെ ടൈമും പോകും, കുറച്ചുകൂടി ക്യാഷും പോകും. എങ്കിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്നെക്കൊണ്ട് കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ചെയ്യും. ഇതുപോലെ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ്സ് വായിച്ച് നോക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തുന്നവരെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ബൊഗെയിൻവില്ലയല്ല, പ്ലാന്റ്സ് വേറെ ഏതെങ്കിലും ടൈപ്പ് പ്ലാന്റ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി പ്ലാന്റ്സ് അല്ല, എന്തെങ്കിലും പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ക്യാഷ് അയച്ച് ഓർഡർ ചെയ്തിട്ട് ഇതുവരെയായിട്ടും അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ 10500 രൂപയാണ് നഷ്ടപ്പെട്ടത്. ആ 10500 രൂപ ഞാൻ ഉണ്ടാക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. എല്ലാവർക്കും അറിയാമായിരിക്കും അത് ഒരു ചെറിയൊരു തുകയല്ല. പക്ഷേ എനിക്ക് ആ ക്യാഷ് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിലോ ഒരു പരിഹാരം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അയാളുടെ കയ്യിൽ നിന്നും ഇനി ഒരിക്കലും ഒരാൾ പോലും ഒരു പ്ലാന്റും വാങ്ങിക്കരുത്. അത് തന്നെയാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. പിന്നെ ഇത് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ അതുപോലെ കുറച്ച് സ്ക്രീൻഷോട്ട്സും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് RS നഴ്സറി എന്ന് പറയുന്ന ഒരു കൽക്കട്ടക്കാരൻ അയാളെ പറ്റിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് ഇതുപോലെ പറ്റിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ യൂട്യൂബ് വഴി ഏതോ ഒരു ഷമീർ എന്ന് പറയുന്ന ഒരാൾ പറ്റിക്കുന്നതായിട്ട് ഞാനിപ്പോൾ കുറച്ച് പേരിൽ നിന്നും അറിഞ്ഞു. അപ്പോൾ ഒരാളാണെങ്കിൽ ക്യാഷ് അയച്ചതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുൻപ് കുറേ മാസങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു ഞാൻ അയാളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ വേറൊരു വീഡിയോസൊക്കെ കണ്ടുപോയതിൻ്റെ കൂട്ടത്തിലൊന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് 5 രൂപയ്ക്ക് 10 രൂപയ്ക്കൊക്കെ ചെടികൾ കൊടുക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇയാൾ ഈ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ ഈ റൂട്ട് പിടിപ്പിച്ച് ചെടികൾ കൊടുക്കുമ്പോൾ അയാൾക്ക് ഒട്ടും നഷ്ടമില്ല എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അയാളും ഫേക്കാണെന്ന്. അയാളും ഇതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ച് തന്നെയാണ് എല്ലാവരെയും പറ്റിക്കുന്നത്. 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ നല്ല ചെടികൾ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്നു എന്നൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ ഒത്തിരി പേര് അയാൾക്ക് ഇങ്ങനെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയും അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന്, പ്ലാൻസ് കയ്യിൽ കിട്ടിയതിന് ശേഷം ക്യാഷ് കൊടുത്താൽ മതിയെന്ന്. പക്ഷേ ഈ കസ്റ്റമേഴ്സൊക്കെ, അതായത് ഈ വ്യൂവേഴ്സൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് പ്ലാൻസിൻ്റെ സ്റ്റോക്ക് തീർന്നു എന്നാണ്. അപ്പോൾ അടുത്ത സ്റ്റോക്ക് വരുമ്പോഴെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ഈ അയാൾക്ക് മെസ്സേജ് അയക്കുന്നവരെല്ലാം അയാൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കും, ജിപേ ചെയ്ത് കൊടുക്കും. പക്ഷേ അയാൾ പ്ലാൻസ് അയച്ച് കൊടുക്കത്തതുമില്ല. പിന്നീട് എന്നാൽ ക്യാഷ് റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാൾ റീഫണ്ട് ചെയ്യത്തതുമില്ല.
ഇയാളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു മാസമായി ഞാൻ എന്തെങ്കിലും വീഡിയോസ് ചെയ്തിട്ട്. ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ലോങ് വീഡിയോ ഇപ്പോൾ 1 മാസത്തിന് ശേഷമാണ് ഈ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഈ ഷമീർ എന്ന് പറയുന്ന ആൾ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചെടികൾ ഏതെടുത്താലും 5 രൂപ 10 രൂപ അങ്ങനെ എങ്ങോട്ടൊക്കെയായിരുന്നു അയാൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ 1 മാസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരുപാട് ലോട്ടസ് ട്യൂബേഴ്സ് സെയിൽ ചെയ്ത് തീർക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പേര് ട്യൂബേഴ്സ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ വാട്സപ്പിൽ കൂടി എല്ലാവർക്കും ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാനുള്ളൊരു ടൈം ഇല്ലായിരുന്നു. കാരണം അത്രയ്ക്കും ട്യൂബേഴ്സായിരുന്നു വന്ന് മറിഞ്ഞത്. ഒരുപാട് പേര് ട്യൂബേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി തന്നെ 7 ട്യൂബേഴ്സ് വെച്ചിട്ടൊക്കെ ഒരു ബേസിനിൽ തന്നെ ഒരു 7-8 വെറൈറ്റീസ് ഓരോരോ കെട്ടുകളായിട്ടായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ ഒരു 4-5 ബേസിനിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് സെയിൽ ചെയ്ത് തീർക്കാനുള്ളൊരു ധൃതി കാരണമായിരുന്നു എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ പോകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മടി കൂടി കൊണ്ടായിരുന്നു ഞാൻ പിന്നെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ മോണിറ്റൈസേഷൻ കട്ടാകണ്ട എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ തളർന്നിരിക്കാറില്ല. അത് പോട്ടെ, അത് അവിടെ വെച്ച് വിട്ട് കളയും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അന്ന് ആ ബോക്സ് കിട്ടിയ സമയത്തും എനിക്ക് ബാലൻസ് 60%, അതായത് 6300 രൂപ കൊടുത്താൽ മാത്രമേ ബോക്സ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ കുറച്ച് നേരം ഒന്ന് പകച്ചു നിന്നെങ്കിലും ഞാൻ പിന്നെ റിസ്ക് എടുത്ത് അത് വാങ്ങിക്കാൻ തയ്യാറായി. എന്തും വരട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. കാരണം അത് എൻ്റെ സ്വന്തം ക്യാഷാണ്. ആരും എൻ്റെ അടുത്തൊരു പരാതിയും പറയാനില്ല. ആരുടെയും ക്യാഷ് എടുത്തിട്ടല്ല ഞാൻ വാങ്ങിച്ചത്. എൻ്റെ സ്വന്തം ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ നഷ്ടം ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചാൽ മതി. എനിക്കിനി നരകമാണ് കിട്ടുന്നതെങ്കിൽ പോലും അതിനെ സ്വർഗ്ഗതുല്യമാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്തൊക്കെ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ പോകണം. ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെല്ലാം അതിജീവിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇനിയും പല പ്രശ്നങ്ങളും വരും. അപ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഈ ഇത്രയും ഒരു ചെറിയ പ്രശ്നത്തിൽ നമ്മൾ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് നേരിടാൻ കഴിയില്ല. ഇപ്പോൾ ഈ 10500 കേസ് എടുത്താൽ പോലും അത് അത്യാവശ്യം നല്ലൊരു തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തുക തന്നെയാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷാണ്. പക്ഷേ അത് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, എൻ്റെ തല പോകുന്ന കേസൊന്നും അല്ലല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ വളരെ സില്ലിയായിട്ട് തള്ളിവിടുക. ഇന്ന് ലോട്ടസിൻ്റെ ഒരു സെയിൽ വീഡിയോ കൂടി ചെയ്യണം എന്ന് കരുതിയിട്ട് തന്നെയായിരുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇത്രയും ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഏതൊക്കെ ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ എന്ന് വെച്ചാൽ ഞാൻ പറയാം. ഈ 1 മാസം ഫുള്ളായിട്ട് ഞാൻ വാട്സപ്പിൽ കൂടിയായിരുന്നു എല്ലാവർക്കും ലോട്ടസ് ട്യൂബേഴ്സിന് ഓർഡർ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഏകദേശം ഒരു 300-350 അത്രത്തോളം പേർക്ക് ഇരുന്ന് ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഞാൻ ഒരുപാട് ഓഫറും കാര്യങ്ങളും എല്ലാം വാട്സപ്പിൽ കൂടി തന്നെ എൻ്റെ കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഫറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം അറിയാൻ വേണ്ടി ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണ് വേണ്ടത്. പുതിയ ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ ഇപ്പോൾ ടൈമില്ല. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലോട്ടസ് വെറൈറ്റികളെയും കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാൻ ശ്രമിക്കാം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ചിലപ്പോൾ ടൈം കാണില്ല, ചിലപ്പോൾ വാട്സപ്പിൽ കൂടെ തന്നെ ആയിരിക്കും ഓർഡർ എടുക്കുന്നത്. ഇനിയും ഏകദേശം ഒരു 1000-ൽ കൂടുതൽ കസ്റ്റമേഴ്സിന് ഓർഡർ എടുക്കാനുണ്ട്. ഒരുപാട് പേർക്ക് വാട്സപ്പിൽ ഓർഡർ എടുക്കാനുണ്ട്. കുറേ പേർക്ക് ഓർഡർ എടുത്ത് കഴിഞ്ഞു, കുറേ പേര് ഓർഡർ തന്നും കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ ആരെങ്കിലുമൊക്കെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ലോട്ടസ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ എല്ലാം ഓഫറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടി വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇപ്പോൾ ഓഫർ സെയിൽ നടക്കുകയാണ്. നല്ല ഓഫറും കാര്യങ്ങളുമാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.